നമസ്കാരം. ഹാപ്പി ഡെസ്റ്റിനേഷൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കരയപ്പൻ്റെ മണ്ണിലാണ്, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ. കേരളത്തിലെ ചുരുക്കം ചില വാമന പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക്. എൻ്റെ പേര് പ്രമോദ് കുമാർ, തൃക്കാക്കര മഹാക്ഷേത്ര ഉപദേശസമിതിയുടെ പ്രസിഡൻ്റാണ്. ഈ കളമശ്ശേരി നഗരസഭ കൗൺസിലർ കൂടിയാണ്. ചരിത്രപ്രസിദ്ധമായ തൃക്കാക്കര മഹാക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. അത് മഹാബലി തമ്പുരാൻ്റെ ചരിത്രവും അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യം നിലനിൽക്കുന്നത്. മലയാളികൾ എവിടെയായിരുന്നാലും ഓണം ആഘോഷിക്കും. ആ ഓണത്തിൻ്റെ കേന്ദ്രബിന്ദു തൃക്കാക്കര എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം, സാമൂതിരിയുടെ ഭരണകാലം മുതലേ, അല്ലെങ്കിൽ സാമൂതിരി ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 5000-ഓളം വർഷം ഈ ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മതിലുകളിലെല്ലാം 2 ലിപികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വട്ടെഴുത്തും കോലെഴുത്തും. അപ്പോൾ ആ 2 ലിപികളുടെ കാലഘട്ടത്തിലും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും, അപ്പോൾ ആ 2 ലിപികളുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് 5000-ന് മുകളിൽ വരുന്ന കാലപ്പഴക്കം ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പരശുരാമൻ കേരളം സൃഷ്ടിച്ചുവെന്നും ആ സമയത്ത് തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടതും, അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണം നടന്നതെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. മഹാബലി എന്ന് പറയുന്ന ഒരു മഹാബലി രാജാവിനെ ആരാധിച്ചിരുന്ന ബ്രാഹ്മണം, അല്ലെങ്കിൽ രാജാവ് അസുര രാജാവായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ പ്രജകൾ മുഴുവൻ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നെന്നും ദൈവതുല്യമായിട്ട് അദ്ദേഹത്തെ ആരാധിച്ചിരുന്നെന്നും ആണ് വിശ്വസിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ദ്രനുണ്ടായിരുന്ന ഒരു വിഷമം അദ്ദേഹത്തിന് ദൈവതുല്യനായിട്ട് വരുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് മഹാവിഷ്ണുവും വാമന രൂപത്തിൽ വന്ന് അദ്ദേഹത്തിന് മോക്ഷം നൽകിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ മോക്ഷം നൽകുമ്പോൾ അങ്ങ് ആരാണ് എന്ന ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ മഹാബലിയുടെ മുമ്പിൽ വന്ന മഹാവിഷ്ണു 3 അടി മണ്ണ് ചോദിക്കുകയും ആ 3 അടി മണ്ണ് 2 കാൽ വച്ച് കഴിഞ്ഞപ്പോൾ, പൂർണ്ണമായും തൻ്റെ പ്രദേശങ്ങൾ മുഴുവൻ കഴിഞ്ഞപ്പോൾ, തൻ്റെ ശിരസ് കുനിച്ചുകൊണ്ട് വാമനൻ്റെ മുന്നിൽ നിൽക്കുന്ന മഹാബലി തമ്പുരാൻ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ തൻ്റെ തിരുക്കമ രൂപം, അതായത് മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപമാണ് അന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അതായത് മഹാബലി തമ്പുരാൻ്റെ മുമ്പിൽ ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു മോക്ഷം. ഒരു പ്രജയ്ക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു മോക്ഷം, ഒരു ഭക്തന് കിട്ടേണ്ട ഏറ്റവും വലിയ മോക്ഷം ഭഗവാൻ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട വാമനമൂർത്തിയുടെ മൂർത്തിഭാവമാണ്, അതായത് സാധാരണ വിഷ്ണു വിഗ്രഹത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരത്തിൽ നമ്മൾ കാണുന്നത് ശംഖ് ചക്ര ഗദാപത്മമാണ്. അത് ഗദയില്ലാത്ത സൗമ്യമായ ഒരു വിഷ്ണു രൂപമാണ് അന്ന് അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രതിഷ്ഠയാണ് ഇന്നിവിടെ വാമനമൂർത്തിയുടെ പ്രധാന പ്രതിഷ്ഠയുടെ, അതായത് വാമനൻ്റെ മൂർത്തിഭാവമായ വാമനമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, മഹാബലി തമ്പുരാൻ ശിവഭക്തനായിരുന്നെന്നും അദ്ദേഹം ആരാധിച്ചിരുന്ന, അതായത് ആ സമപ്രാധാന്യത്തോട് തന്നെ അദ്ദേഹം ആരാധിച്ചിരുന്ന മഹാദേവൻ്റെ ഒരു ക്ഷേത്രം തൊട്ട് സമപ്രാധാന്യത്തോടുകൂടി തന്നെ ഈ കോമ്പൗണ്ടിലുണ്ട്. അതായത് ശൈവ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഭൂമിയാണ് തൃക്കാക്കര എന്ന് പറയുന്നത്. അപ്പോൾ ഓണവുമായിട്ട് ബന്ധം വരുന്നത്, ഈ പരശുരാമന് മോക്ഷം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ബ്രാഹ്മണരെ ഇവിടെ സംരക്ഷിച്ചെന്നും, ആ ബ്രാഹ്മണർ ആരാധിച്ചിരുന്ന വാമനമൂർത്തിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് അവരാരാധിച്ചിരുന്ന, നാട്ടുരാജാക്കന്മാരെല്ലാവരും ആരാധിച്ചിരുന്നത് ഈ വാമനമൂർത്തിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏതാണ്ട് ഈ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ വരെയാണ് ഇവിടെ ഉത്സവം നടന്നിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ വലിപ്പം തന്നെ ഏതാണ്ട് 10 ഏക്കറോളം നിലനിൽക്കുന്ന ഒരു വലിയ മഹാക്ഷേത്രമായിരുന്നെന്നും, ഈ ഓരോ നാട്ടുരാജാക്കന്മാർ, ഏതാണ്ട് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ 64ഓളം നാട്ടുരാജാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ആ നാട്ടുരാജാക്കന്മാരെല്ലാവരും സംഗമിച്ചിരുന്നതും
അവർ ഓരോ ദിവസവും അവരുടെ ശക്തിക്കനുസരിച്ച്, അതായത് അവരുടെ സമ്പത്തിനനുസരിച്ച് ആ ഉത്സവങ്ങൾ അതുപോലെ, അതായത് ഈ ആഘോഷങ്ങളും അവരുടെ ആ പ്രധാനം നൽകിക്കൊണ്ട് അവർ നടത്തിയിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ സമ്പത്തിനനുസരിച്ചിട്ട് അവർ അതിനെ പ്രൗഢി കൂട്ടുമായിരുന്നു. ഇപ്പം നമുക്കറിയാം അത്തം നാളിൽ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നുണ്ട്. അന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് തൃപ്പൂണിത്തുറ രാജാവ് വന്നിരുന്ന വിളംബര ജാഥയാണ് പിന്നീട് അത് ലോപിച്ച് ഈ അത്തച്ചമയ ഘോഷയാത്രയായെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് നാട്ടുരാജാക്കന്മാർ സംഗമിച്ചിരുന്നതും അന്ന് സാമൂതിരി വിളംബരം ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് തൃക്കാക്കരയിൽ ഓണം കൂടാൻ ആർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ, ഏതെങ്കിലും ആളുകൾക്ക് തൃക്കാക്കരയിൽ ഓണം ആഘോഷിക്കാൻ എത്താൻ പറ്റിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തൃക്കാക്കരപ്പനെ സാങ്കല്പികമായി പ്രതിഷ്ഠിച്ച് പൂക്കളമിട്ട് ഇവിടെ എന്ന് ആഘോഷം തുടങ്ങുന്ന അന്ന് മുതൽ അവസാനിക്കുന്നവരെ സ്വന്തം വീട്ടിൽ ആഘോഷിക്കണം എന്നാണ് വിളംബരം ചെയ്തത്. ആ ആഘോഷമാണ് ഇന്ന് നമുക്കറിയാം മലയാളികൾ എവിടെയാണെങ്കിലും ഈ അത്തം മുതൽ തിരുവോണം നാൾ വരെ സ്വന്തം വീട്ടിൽ പൂക്കളമിട്ട് സാങ്കല്പികമായിട്ട് തൃക്കാക്കരപ്പനെ പ്രതിഷ്ഠിച്ച് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഓണം. അത് ഈ മലയാളിയാണെങ്കിലും മലയാളി എവിടെയായിരുന്നാലും ആ ഓണാഘോഷങ്ങൾ, നമുക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ദിവസങ്ങൾ ഓണാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെയും ഒരു കാർഷികോത്സവത്തിൻ്റെയും ആ ഒരു ഉത്സവമാണ് തൃക്കാക്കരയിലെ തിരുവോണ മഹോത്സവം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത്, തൃക്കാക്കര എന്ന് പറയുന്നത് തൃക്കാൽ പതിഞ്ഞ സ്ഥലം എന്ന് വിശ്വസിക്കുന്നത്. ഭഗവാന്റെ തൃക്കാൽ പതിഞ്ഞ, അതായത് ലോപിച്ചിട്ടാണ് തൃക്കാൽക്കര എന്ന് പറയുന്ന നാട് വന്നിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഒരു ലിഖിതമായ ഒരു ചരിത്രം ക്ഷേത്രത്തെക്കുറിച്ചില്ലെങ്കിലും പല വായ്മൊഴികളിലൂടെയാണ് നമുക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലിഖിതമായൊരു ചരിത്രം നമുക്ക് ഇതുവരെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയായിരുന്നു പണ്ട് ഉത്സവം നടന്നിരുന്നത്. പിന്നീട് കേരള സംസ്ഥാനമെല്ലാം രൂപീകരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് ക്ഷേത്രം മാറുകയും ഇവിടുത്തെ ക്ഷേത്ര ഉപദേശ സമിതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സഹകരിച്ചുകൊണ്ട് അത്തം മുതൽ 10 ദിവസമാണ്, അത്തം മുതൽ തിരുവോണം നാൾ വരെയുള്ള ദിവസങ്ങളാണ് ഓണാഘോഷങ്ങൾ നടത്തുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും, അതായത് ഒരു മഹാക്ഷേത്രങ്ങൾ നടക്കുന്ന രീതിയിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയ ഉത്സവമാണ് നടക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉത്രാട നാളിൽ നമ്മൾ പറയുന്ന ഉത്രാട കാഴ്ച വയ്ക്കൽ, അതായത് രാജാക്കന്മാർ ഭഗവാന്റെ മുമ്പിൽ, അതായത് തൻ്റെ ആരാധനാമൂർത്തിയുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ആ ചടങ്ങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭക്തജനങ്ങൾ നേരിട്ട് വന്ന് പല ജനപ്രതിനിധികളും മറ്റെല്ലാവരും തന്നെ നേരിട്ട് വന്ന് ഭഗവാന്റെ മുമ്പിൽ ഉത്രാട നാളിൽ ഭഗവാൻ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ഉത്രാട കാഴ്ച വയ്ക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ഉത്രാട സദ്യ, അന്ന് തന്നെ ഉത്രാട സദ്യയുണ്ട്. അതുപോലെ തിരുവോണം നാളിൽ രാവിലെ ഭഗവാൻ നേരിട്ട് വന്ന് വാമന രൂപത്തിൽ സാങ്കല്പികമായിട്ടൊരു കുട്ടി വാമനൻ്റെ വേഷം കെട്ടിക്കൊണ്ട് മഹാബലിയെ തൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് തിരുവോണം നാളിൽ അദ്ദേഹം സുതലത്തിലേക്ക് തിരിച്ചു പോകുമെന്നാണ് വിശ്വസിക്കുന്നത് മഹാബലി. അപ്പം തൻ്റെ പ്രജകളെ കണ്ട് തിരിച്ചു പോകുന്നത് തൻ്റെ സന്നിധിയിലേക്ക് മഹാബലി എതിരേൽപ്പുണ്ട് തിരുവോണ നാളിൽ. അതിനുശേഷം വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ ഏതാണ്ട് 10 മണിക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഓണത്തിൻ്റെ സന്ദേശമുണ്ട്. നമുക്കറിയാം എല്ലാവരും ഒരുമിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. ജാതിമത ഭേദമന്യേ സാമ്പത്തികം ഒന്നും നോക്കാതെ എല്ലാവരും ഒന്നാണെന്നുള്ള സന്ദേശം കൊടുത്തുകൊണ്ട് തൃക്കാക്കരപ്പൻ്റെ തിരുമുമ്പിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് തിരുവോണ സദ്യ കഴിച്ച് ഈ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു മെസ്സേജാണ്, എല്ലാം ഒന്നാണ് എന്നുള്ള ആ ഓണത്തിൻ്റെ. മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന കാലഘട്ടത്ത് എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, കള്ളവുമില്ല ചതിയുമില്ല, എല്ലാവരും ഒന്നാണ്, ഒരേ സമം ആണെന്നുള്ള ആ ഒരു ചിന്താഗതി നൽകിക്കൊണ്ട് തിരുവോണ സദ്യയും വൈകിട്ട് 5 മണിക്ക് കൊടിയിറക്കി ആറാട്ടെഴുന്നള്ളിപ്പോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ അത്തനാളിൽ നമ്മൾ കലവറ നിറയ്ക്കൽ രാവിലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കാർഷികോത്സവമായ ഈ തിരുവോണം ഇവിടെ എല്ലാ ദിവസവും ഭഗവാന്റെ മുമ്പിൽ വരുന്ന ഭക്തജനങ്ങളിൽ പ്രസാദ ഊട്ട് നടക്കുന്നുണ്ട്. ഈ പ്രസാദ ഊട്ടിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഭക്തജനങ്ങൾ തന്നെ ഭഗവാന്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ഭഗവാന് സമർപ്പിച്ചിട്ട് ആ വിഭവങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഈ വരും ദിവസങ്ങളിൽ വരുന്ന പ്രസാദ ഊട്ട് നടത്തുന്നത്. അപ്പോൾ ആ പ്രസാദ ഊട്ടിലേക്കായിട്ടുള്ള വിഭവങ്ങളാണ് കലവറ നിറയ്ക്കൽ. അതായത് ഭഗവാന്റെ ഉത്സവത്തിന് ആരംഭിക്കുന്ന കലവറയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഭക്തജനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കലവറ നിറയ്ക്കൽ.
മണ്ണിൽ നിന്നും നമ്മളിപ്പോൾ ശ്രീ പൂർണ്ണത്രയേശന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്, മഹാവിഷ്ണുവിന്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. അമ്പലങ്ങളുടെ നാടായ തൃപ്പൂണിത്തുറയിലാണ് ഇപ്പോൾ ഹാപ്പി ഡെസ്റ്റിനേഷൻ ഉള്ളത്. ഇന്ന് അത്തം ദിനമായതുകൊണ്ട് തന്നെ അത്തം ദിനം ഘോഷയാത്ര നല്ല പൊടിപൂരമായി ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ആരോഗ്യം ഒരു ലഹരിയെന്ന സന്ദേശവും ഒഴിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറ റോയൽ നടത്തുന്ന ആരോഗ്യ റണ്ണാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആട് പൊന്മയിലേ നാലാംകുട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കുട്ടം വരും. ആട് പൊന്മയിലേ നാലാംകുട്ടം വരും, പാട് പൂങ്കുയിലേ മേളാങ്കുട്ടം വരും. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്, വാളുംചലം പണിഞ്ഞ് കോമരം തുള്ളണത്. കാവുന്തറയിലല്ലോ കോമരം തുള്ളണത്.
എൻ്റെ പേര് വിജയമ്മ, അമ്പലമോളിലാണ് വീട്. ഞാൻ ഈ തയ്യൽ മേഖലയായിരുന്നു, ഒരു 25 വർഷമായിട്ട് തയ്യൽ മേഖല തന്നെയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മെറ്റീരിയലൊക്കെ കൊണ്ടുവച്ച് ചെറുതായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത്ര വിപുലമായിട്ടൊരു സംരംഭമായിട്ട് തുടങ്ങിയാണ് ഇപ്പോഴാണ് അത് തുടങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് മാറിയിട്ടുണ്ട്. ഞങ്ങൾ കസവെന്നും പറഞ്ഞ് ആ ബ്രാൻഡൊക്കെ മാറ്റി ഒരു ഷോപ്പായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. 10 ദിവസത്തേക്ക് ഇവിടെ സ്റ്റാളെടുത്ത് ഒരു തുടക്കം ആദ്യം കുടുംബശ്രീ സംരംഭമായിട്ട് തുടങ്ങിയതാണ് SVLPയുടെ. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഇതിന് മുതൽ മുടക്കിയേക്കണത് നമ്മുടെ കൊച്ചുങ്ങളും ഒക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതൊരു ഐഡിയ മനസ്സിലേക്ക് വന്ന് നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്നാന്ന് വെച്ചാൽ നമ്മൾ കുത്താമ്പള്ളി പോയാണ് ഈ മുണ്ടുകൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ആ കുത്താമ്പള്ളി മുണ്ടിന് ഈ ഫ്ലവേഴ്സ് ഞങ്ങൾ വർക്ക് ചെയ്യിച്ച് കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് പിടിപ്പിച്ച് ഒക്കെ അടിച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ്. ഞങ്ങളുടെ ബ്രാൻഡാണിത്. ഈ ഓണം മുണ്ടുകൾ ബ്രാൻഡായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതാണ് സ്പെഷ്യൽ ബ്രാൻഡ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പട്ടുപാവാടകൾ, സെറ്റ് സാരി, സെറ്റ് മുണ്ടുകൾ, കുട്ടികളുടെ കുറച്ച് അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോണത് ഇപ്പം. അപ്പോൾ ഇതിനൊരു ഷോപ്പും കൂടി ഒന്ന് തുടങ്ങി വിപുലമായിട്ട് വരാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാർ. എൻ്റെ വൈഫിൻ്റെ റിലേഷൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ പുതിയതായിട്ട് ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ഇവിടെ ഇന്ന് ലോഞ്ച് ചെയ്യുവാണ്. അതായത് അത്തച്ചമയത്തിന് 10 ദിവസം ഇവിടെ പുതിയതായിട്ടൊരു ബ്രാൻഡ് ഞങ്ങൾ ലോഞ്ച് ചെയ്യുവാണ്. പുതിയ ബ്രാൻഡിൻ്റെ പേര് കസവ് സ്റ്റൈൽഡ് ബൈ നിലക്സ് എന്നാണ്. അതിൻ്റെ ഒരു ലോഞ്ചാണ് ഇവിടെ ഞങ്ങൾ 10 ദിവസമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കസവ് മുണ്ടുകളാണ്. ഇതെല്ലാം എംബ്രോയ്ഡറി മുണ്ടുകളാണ്. പല സ്റ്റൈലുകളുള്ള വെറൈറ്റി ആയിട്ടുള്ള മുണ്ടുകളാണ്. ഇതെല്ലാം എംബ്രോയ്ഡറി ആയിട്ടുള്ള മുണ്ടുകളാണ്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് മുണ്ടുകൾ, പിന്നെ കസവ് സാരികൾ, കസവ് കുട്ടിയുടുപ്പുകൾ, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസാണ്. മുഴുവൻ കസവ് ഐറ്റംസാണ് മെയിനായിട്ട് ഇതിലുള്ളത്. ഇത് കളിമണ്ണ് വെച്ചാ പണിയണതേ. അത് നമ്മുടെ ഈ എറണാകുളത്ത് ഇപ്പൊ കളിമണ്ണില്ല, തൃശ്ശൂര് ജില്ലയിൽ നിന്നാ കൊണ്ടുവരണേ. അത് പൈസ തൂക്കാണ്. ഇപ്പൊ ഓരോ പീസ് അരച്ച മണ്ണ് തൂക്കം മേടിക്കും, എന്നിട്ടാണ് ഇത് പണിത് കൊണ്ടുവരണേ. ഇത് മെയില് തുടങ്ങി ഉണ്ടാക്കണതാ. മെയിൽ അല്ലെങ്കിൽ ഉണങ്ങിയൊന്നും കിട്ടൂലേ, നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയില്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഒരു മഴ നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പെയിന്റൊക്കെ അടിച്ചേക്കണം. കച്ചവടമൊന്നും ആയിട്ടില്ല. ഇന്ന് പിന്നെ വന്നില്ലെങ്കിൽ ഇരിക്കാൻ സ്ഥലം കിട്ടൂല ഇവിടെ. ഇത് മുത്തിയമ്മ, ഇത് ഉരല് ഒലയ്ക്ക, അമ്മി, ചിരവ, അതൊക്കെ വയ്ക്കും. അവരെ നമ്മൾ 4 ദിവസത്തേക്ക് വിളിച്ചു വരുത്തുന്നതല്ലേ മാവേലീനെ. അപ്പോൾ അവർ മുത്തിയമ്മയും ഒക്കെ വരുമ്പോൾ അവർക്ക് പാചകം ചെയ്യാനാണെന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഞാനൊരു 10 വയസ്സായപ്പോൾ തുടങ്ങി, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഇവിടെ ഓണത്തപ്പം വെക്കുന്നത്. ഇവിടെ തന്നെയാണ് ജീവിക്കണത്. ഡെസ്റ്റിനേഷൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഭക്തിസാന്ദ്രമായി നമ്മൾ തൃക്കാക്കര അമ്പലത്തിൽ നിന്നാണ് തുടങ്ങിയത്. കഴിഞ്ഞ് നമ്മൾ തൃപ്പൂണിത്തറ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഫുൾ ഓണം വൈബായിരുന്നു. അത്തച്ചമയം കണ്ടു, ഓണം വിപണി കണ്ടു. ഇനിയൊരു സമ്പദ് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ഓണം കൂടിയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മൈഫിൻ TVയുടെയും ഹാപ്പി ഡെസ്റ്റിനേഷൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.